വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനത്തിൻ്റെ ആഴങ്ങൾ തേടിയുള്ള നമ്മുടെ സഞ്ചാരത്തിൽ നീതിയുടെ വചനം എന്ന മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളായാലും ഏത് പ്രതിസന്ധികളായാലും ഏതെല്ലാം പ്രതികൂലങ്ങളായാലും അതിൻ്റെയൊക്കെ പരിഹാരത്തിന് ആദ്യത്തെ സ്റ്റെപ്പ് അഥവാ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് അവൻ്റെ പാപപരിഹാരമാണ്. ഇതിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് പക്ഷപാതക്കാരൻ്റെ സൗഖ്യത്തിൽ നാം കാണുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നടന്ന എല്ലാ വിടുതൽ ശുശ്രൂഷകളിലെയും അടിസ്ഥാന പ്രമാണം ഇതാണ്. പക്ഷപാതക്കാരൻ്റെ സൗഖ്യം നമുക്കറിയാം, അതിനെക്കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്തതുമാണ്. പക്ഷപാതക്കാരന് വർഷങ്ങളായി ഒരേ കിടക്കയിൽ കിടക്കുന്ന മനുഷ്യനാണ്. അവനെ ഒരു മേൽക്കൂരയിൽ കൂടി താഴോട്ടിറക്കി യേശുവിൻ്റെ മുമ്പിൽ അവനെ കൊണ്ടുവരികയത്ര ചെയ്യുന്നത്. അവനോട് യേശു പറയുന്ന ആദ്യത്തെ വാചകം എന്താണ്? നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവനോട് പറയുന്നത് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന്. കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ രോഗസൗഖ്യം. അപ്പോൾ കർത്താവ് ആദ്യം ചെയ്തത് എന്താണ്? അവൻ്റെ പാപമോചനം. ആ പാപമോചനത്തിന് ശേഷമാണ് അവൻ്റെ രോഗസൗഖ്യം. ഇത് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു പ്രത്യേക ശൈലിയാണ്. അതിന് കാരണവുമുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പറയും. ഇതുപോലെ ഏത് സംഭവങ്ങൾ എടുത്താലും എല്ലാ സംഭവത്തിലും ഒരുപോലെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുകയില്ല. കാരണം എന്താ? കാരണം യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ഓരോ സംഭവവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ വെളിപ്പെടുത്തുന്നതായിരിക്കും. എന്നാൽ അവിടെയൊക്കെ നടക്കുന്നത് ആദ്യം പാപമോചനമാണ്. ഇനി ഓരോരുത്തരുടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞതിന് ശേഷം രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൾക്ക് എങ്ങനെയാണ് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നത്? അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. യേശു ആരാണെന്നുള്ളത് അവൾ അറിഞ്ഞിരുന്നു. യേശു ആരാണെന്ന് അറിയുന്ന അവസരത്തിൽ തന്നെ അവൾക്ക് വിടുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുമെന്നും പറയേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു ആരാണെന്ന് അവൾ അറിഞ്ഞു. അവൾ യേശു ക്രിസ്തു ഉള്ള സ്ഥാനത്തേക്ക് അവൾ കടന്നു ചെല്ലുക അത്ര ചെയ്യുന്നു. യേശു എവിടെയുണ്ടോ അവിടെ എല്ലാം വലിയ ആൾക്കൂട്ടം, ആൾത്തിരക്കായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ആൾത്തിരക്കിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്പർശിക്കുവാനോ അവനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുവാനോ അല്ല അവൾ പോയത്. അവൾക്കറിയാം അവൾക്ക് വിടുതൽ ലഭിക്കേണ്ടത് ആരിൽ നിന്നാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. ആ ആളിൻ്റെ അടുത്ത് ഏതെങ്കിലും തരത്തിൽ എത്തിച്ചേരുക, എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ ഒന്ന് സ്പർശിക്കുകയോ ആ വ്യക്തിയുടെ വസ്ത്രത്തിൻ്റെ ഒരു തൊങ്ങലെങ്കിലും തൊടുകയോ ചെയ്യണം. ചെയ്താൽ അവൾക്ക് വിടുതലാണ്. കാരണം എന്താ? അപ്പോൾ തന്നെ അവളുടെ പാപം മോചിക്കപ്പെട്ട് കഴിയുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൾ അറിഞ്ഞപ്പോൾ തന്നെ അവളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് കഴിഞ്ഞു.
യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഏതൊരു മനുഷ്യനുണ്ടാകുന്നു, ആ സന്ദർഭത്തിൽ തന്നെ അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഇത് പല എപ്പിസോഡുകൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവൾ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം തൊട്ട് അവളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. അതുപോലെ ഒരു ഭൂതഗ്രസ്തൻ്റെ സംഭവം നമുക്കറിയാം. ഭൂതഗ്രസ്തനെ ആർക്കും അടക്കാൻ കഴിയാത്ത വ്യക്തിയാണ്. അപ്പോൾ അവൻ താമസിക്കുന്ന ഗദരദേശത്തേക്ക് യേശു ക്രിസ്തു കടന്ന്, അതായത് യേശു ക്രിസ്തു കടന്ന് ചെല്ലാൻ പോകുന്നു എന്ന് അവൻ അറിഞ്ഞു. യേശു ക്രിസ്തു നേരത്തെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കും, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഇത് ഈ ഭൂതഗ്രസ്തൻ കേട്ടു, അത് പിശാച് കേട്ടു. പിശാച് യേശു ക്രിസ്തുവിൽ നിന്ന് വരുന്ന, ആ യേശു ക്രിസ്തു പറയുന്ന വചനങ്ങൾ മാത്രമേ അവൻ കേൾക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലിരിപ്പ്, യേശു ക്രിസ്തു എന്താകുന്നു ചെയ്യാൻ പോകുന്നത് എന്ന് പിശാചിന് അറിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തു ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ഭൂതഗ്രസ്തൻ മനസ്സിലാക്കിയ അതേ അവസരത്തിൽ തന്നെ അവനറിയാം, യേശു ക്രിസ്തു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വല്ലതും നടക്കും. അതവനറിയാം, അതവന് ഭയമാണ്. അതുകൊണ്ട് അവൻ എന്തു ചെയ്തു? യേശു ക്രിസ്തുവിൻ്റെ വരവിനെ തന്നെ തടയാൻ ശ്രമിച്ചു. എങ്ങനെ? യേശു ക്രിസ്തു പടകിൽ വരുമ്പോൾ ആ സമുദ്രത്തിൽ അവിടെ കുറേ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കി, അവിടെ കുറേ തിരമാലകളൊക്കെ ഉണ്ടാക്കി അവൻ്റെ വരവിനെ തടസ്സപ്പെടുത്തുക. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവൻ അറിയുന്നുണ്ടോ, ഈ പടകിൽ തലയിണ വെച്ച് ഉറങ്ങുന്ന ഈ യേശു ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനും ഈ സമുദ്രത്തെ സൃഷ്ടിച്ചവനുമാണെന്നൊന്നും ഇവന് ഏതാണ്ടൊരു ഐഡിയ ഇവൻ്റെ ഐഡിയ ഇല്ല. എന്നാൽ യേശു ക്രിസ്തു കടലിനെ ശാന്തമാക്കി കഴിഞ്ഞ് കടലിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഇതൊരു സാധാരണ വ്യക്തിയല്ല ഈ കടന്നു വരാൻ പോകുന്നത്. അവനപ്പോഴേ സ്ഥലം വിട്ടു അവൻ്റെ എവിടോട്ട് പോയി? കല്ലറകളിലേക്ക് പോയി. യേശു ക്രിസ്തു അവിടെ എത്തി. യേശു ക്രിസ്തു അവിടെ എത്തിയപ്പോൾ എന്താണ് യേശു ക്രിസ്തു ഇവൻ പറഞ്ഞത്? യേശു ക്രിസ്തു വരുമെന്നുള്ളത് അവൻ അറിയാം. കാരണം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനറിയാം, അക്കരെ താമസിക്കുന്ന ഇവനാണ് ഗദരദേശത്ത്. യേശുവേ ഇവൻ എന്താണ് യേശുവിനെ കണ്ടപ്പോൾ തന്നെ പറയുന്നത്? യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നാണ് യേശുവിനെ സംബോധന ചെയ്യുന്നത്. അതോടുകൂടി അവൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി കഴിഞ്ഞു. അവനൊരു നിസാര സംഗതിയല്ല അവൻ പറഞ്ഞത്. 3.5 വർഷക്കാലം യേശു ക്രിസ്തുവിനോടൊപ്പം ശുശ്രൂഷയിൽ സഹകരിച്ച്, യേശു ക്രിസ്തുവിനോടൊപ്പം ഭക്ഷണം കഴിച്ച്, യേശു ക്രിസ്തുവിനോടൊപ്പം ഉറങ്ങി, യേശു ക്രിസ്തുവിനോടൊപ്പം വിശ്രമിച്ച ശിഷ്യന്മാർക്ക് പോലും അറിവില്ലാത്ത, വേണ്ട വിധത്തിൽ വിശ്വസിക്കാത്ത ഒരു സത്യമാണ് അവൻ വിളിച്ചു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് അവൻ വിളിച്ചു വിടുന്നത്? യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നാണ് അവൻ വിളിച്ചു പറഞ്ഞത്. അത് വിളിപ്പിച്ചപ്പോൾ തന്നെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? അവന് മനസ്സിലായി, കടലിനെ ശാന്തമാക്കിയവനാണ് വരുന്നത്. അവൻ വന്നാൽ ഇവിടെ വെറുതെ വന്നേച്ച് പോകത്തില്ല എന്നവനറിയാം. അവൻ വന്ന് ഇവനെ ശാന്തനാക്കി. ലോകം പോലും ഭയന്നിരുന്ന ഭൂതഗ്രസ്തനെ അവൻ ശാന്തനാക്കി. ആരാക്കി? അവനെ ഗദരദേശത്തിലെ സുവിശേഷകനാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ഒരാളെ കണ്ടുമുട്ടിയാൽ അവനെ വെറുതെ വിടുകയില്ല. അവനുള്ള ഭൂതത്തെ, അവനുള്ള പിശാചിനെ അവൻ അട്ടി ഓടിച്ചതിന് ശേഷമേ അവൻ പോവുകയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരോ സംഭവങ്ങൾ എല്ലാം ഒന്ന് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. യായിറോസിൻ്റെ മകളെ
ഉയർപ്പിക്കുന്ന അവസരം നമുക്കറിയാം. അവിടെയും യായിറോസിൻ്റെ മകൾ ഉയർത്തെഴുന്നേറ്റത് യേശുവിനെ യായിറോസ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. യേശുവിൻ്റെ കാൽക്കൽ ചെന്നവൻ വീഴുകയായിരുന്നു. എന്തിനാ വീഴുന്നത്? അവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് അവൻ അറിയാം. അതോടുകൂടി യായിറോസിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി കഴിഞ്ഞു. അതുപോലെ തന്നെ ശതാധിപൻ്റെ സംഭവം നമുക്കറിയാം. ശതാധിപൻ ഒരു പട്ടാള ക്യാപ്റ്റനാണ്. അവൻ്റെ ഒരു ദാസൻ ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് വളരെ കാലമായി കഷ്ടപ്പെടുകയാണ്. അതിനുവേണ്ടി അവൻ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്നവനെ സൗഖ്യമാക്കാം. അപ്പോൾ എന്താണ് ശതാധിപൻ പറഞ്ഞത്? അനേക പട്ടാളക്കാരുടെ ഒരു തലവനാണെന്ന് ഓർക്കണം. അവൻ പറഞ്ഞ, കർത്താവേ, നീ എൻ്റെ പെരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യതയൊന്നുമുള്ളവനല്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ സൗഖ്യം വരും, അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകും. അത് മതിയല്ലോ. അപ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കി, പാപത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് ഇതിൽ നാം മനസ്സിലാക്കേണ്ട സത്യം എന്താ? യേശു ക്രിസ്തു എന്ന ഒരു വാക്ക് പറയുന്ന വ്യക്തിക്ക് അവൻ്റെ പാപമോചനം ഉറപ്പായി. അതിന് വാക്യമുണ്ടോ? ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന് പേർ വിളിക്കണമെന്ന് ആരാ പറഞ്ഞത്? സ്വർഗത്തിലെ ദൂതനാണ് വന്ന് യോസഫിനോട് പറയുന്നത്. അവന് യേശു എന്ന് പേർ വിളിക്കണം. എന്തുകൊണ്ടാണ്? യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ്, പാപത്തിന് മോചനം കൊടുക്കുന്നവൻ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് എന്താണ്? ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ അതിന് അവൻ്റെ പാപത്തിലുള്ള പരിഹാരം ആദ്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കണം. അതിനുള്ള പരിഹാരമാണ് ആര്? യേശുവിൻ്റെ നാമം. യേശു ക്രിസ്തുവിൻ്റെ നാമം പറയുന്ന ഏതൊരു വ്യക്തിക്കും പാപത്തിന് പരിഹാരമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ രോഗത്തിനോ ദുഃഖത്തിനോ ഒക്കെ പരിഹാരം വേണമെങ്കിൽ ആദ്യം നടക്കേണ്ടത് എന്താണ്? ആദ്യം നടക്കേണ്ടത് അവൻ്റെ പാപപരിഹാരം. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുക. അതാണ് നമ്മുടെ വിഷയം. ആദ്യം അകൃത്യം മോചിക്കപ്പെടണം. അതിനുശേഷം മാത്രമേ ഉള്ളൂ എന്ത്? രോഗസൗഖ്യം. അപ്പം ഈ രോഗസൗഖ്യം എന്ന് പറയുന്നത് പാപം മോചിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ബോണസായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പാപം മോചിക്കുക എന്ന് പറയുന്നത് ഇത് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന സംഗതിയല്ല. അത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. അതിലേതാകുന്നു എളുപ്പം എന്നുള്ളത് പക്ഷപാതക്കാരനോട് ചോദിച്ചതാണ്. അതിനിന്നും ശാസ്ത്രിമാരും വേദശാസ്ത്രജ്ഞന്മാരും എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി അക്ഷരം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്ത് യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറെ ഒരൊറ്റ നാമമില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് രക്ഷിക്കപ്പെടുവാനായിട്ടുള്ളത്. ഈ സത്യമൊന്നും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പാപം പരിഹരിക്കുക എന്നുള്ളതാണ്
മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. രോഗത്തിനൊക്കെ ചില സൗഖ്യങ്ങളൊക്കെ കൊടുക്കാൻ മനുഷ്യന് കഴിയും. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവന് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. എന്നാൽ നിസാരമായിട്ടുള്ള പാപങ്ങൾ പോലും പരിഹാരം കണ്ടെത്തി കൊടുക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവൻ്റെ പാപപരിഹാരം. ഇന്ന് നാം ലോകം ശ്രദ്ധിച്ചാൽ ഏതാണ്ട് 4000-ഓളം മതങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. 4000-ഓളം മതങ്ങൾ. ഓരോ മതത്തിനും 100 കണക്കിന് ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, ബലികളുണ്ട്, യാഗമുണ്ട്, എന്തെല്ലാം ഇതുപോലെ. അതായത് 100 കണക്കിന് പരിഹാര മാർഗങ്ങൾ അവർ നിർദ്ദേശിക്കുന്നു. അതിന് ആരാധനാ ആലയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അനേക കർമ്മങ്ങളുണ്ട്. ഇതിൻ്റെ ഒട്ടുക പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ല. എത്ര പാപപരിഹാര മാർഗങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടെല്ലാം പാപം പരിഹരിക്കപ്പെടുമോ? ഇല്ല. എന്താണ് കാരണം? അതിന് തെളിവുണ്ട്. ഈ ആഴ്ച പോയി പാപം പരിഹരിച്ചേച്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീണ്ടും പോയി പാപം പരിഹരിക്കാൻ പോകും. അതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ ആഴ്ചത്തേത് കൊണ്ട് മോചിക്കപ്പെട്ട് കിട്ടിയില്ല. ഈ വർഷം പോയി പാപം പരിഹരിച്ചേച്ച് വന്നാൽ അതേ കർമ്മം തന്നെ ചെയ്യാനായിട്ട് അടുത്ത വർഷവും പോകും. അതുകൊണ്ട് എന്താ മനസ്സിലാക്കാവുന്നത്? അവൻ്റെ പാപം പരിഹരിക്കപ്പെട്ടു എന്നവന് ഉറപ്പില്ല. അതുകൊണ്ട് എന്താണ് അതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന സത്യം? പാപത്തിന് പരിഹാരം ഈ കർമ്മമാർഗങ്ങൾ കൊണ്ട് സാധ്യമല്ല. കർമ്മങ്ങൾ കൊണ്ട് പാപപരിഹാരം സാധ്യമല്ല എന്നാണ്. കർമ്മമാർഗങ്ങൾ കൊണ്ട് പാപങ്ങൾ മോചിക്കപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ മനുഷ്യൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്ത് പാപങ്ങൾ മോചിക്കപ്പെടുവാൻ കഴിയുമായിരുന്നു. എന്നാൽ നാം ഈ നേരത്തെ നാം പറഞ്ഞ വിടുതലുകൾ ലഭിച്ച വ്യക്തികൾക്കെല്ലാം അവരാരും പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്നാൽ ആർക്കെങ്കിലും വിടുതൽ ലഭിച്ചോ? രക്തസ്രവക്കാരി സ്ത്രീക്കായാലും കനാന്യ സ്ത്രീക്കായാലും അതുപോലെ തന്നെ യായിറോസിൻ്റെ ആയാലും ആരുടെയാണെങ്കിലും അവർ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് വിടുതൽ ലഭിക്കാഞ്ഞത്? വിടുതൽ ലഭിക്കാഞ്ഞതിൻ്റെ കാരണം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു. ഇങ്ങനെ ഒരു വാക്യം തിരുവചനത്തിലുണ്ടോ എന്ന് ചിലപ്പോൾ നാം സംശയിച്ചു പോകും. കാരണം ഒരു പുതിയ അറിവാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് സൗഖ്യം ലഭിക്കാതിരുന്നത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് ദൈവത്തിന് പ്രസാദമുള്ള മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് നാം അറിയുന്നു. എത്രയാണ്? യോഹന്നാൻ 9:31. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അപ്പോൾ ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് എപ്പിസോഡ് നമ്മൾ ചെയ്തതാണ്. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ആരുടെ പ്രാർത്ഥനയാണ് ഫലിക്കുന്നത്? നീതിമാൻ്റെ പ്രാർത്ഥന. ആരാണ് നീതിമാൻ? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കളാണ് നീതിമാന്മാർ എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ.
ദൈവഭക്തനായിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അപ്പോൾ ദൈവം കേൾക്കുന്ന ആരുടെ പ്രാർത്ഥനയാണ്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുന്നവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഇനി എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് യോഹന്നാൻ 6:29 പറയുന്നു. എന്താണത്? ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അല്ലാതെ നമ്മൾ പറയുന്ന പോലുള്ള പ്രവൃത്തികളൊന്നും അല്ല. ദൈവം അയച്ച ഒരാളുണ്ട്. ആ ആളിനെ കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു. അവൻ്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. അതിൽ എത്രയോ വാക്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ വാക്യങ്ങളെല്ലാം യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപികളുടെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് പറഞ്ഞതിനെ ഖണ്ഡിക്കുന്നവരുണ്ട്. കാരണം ചുങ്കക്കാരൻ്റെയും അതുപോലെ തന്നെ പരീശൻ്റെയും പ്രാർത്ഥനയിൽ ചുങ്കക്കാരൻ വന്ന് പാപിയായി എന്നോട് കരുണ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. ദൈവങ്ങളെ വചനം പഠിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. ചുങ്കക്കാരനും പരീശനും എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? യേശു ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് പാപങ്ങൾ മോചിക്കുന്നതിന് മുമ്പാണ്. പ്രൈസ് ദി ലോർഡ്. ചുങ്കക്കാരനും പരീശനും വന്ന് യേശുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. അപ്പോൾ യേശു തൻ്റെ അധരങ്ങളിൽ കൂടി പാപമോചനം കൊടുക്കുവാൻ തനിക്ക് കഴിഞ്ഞു. എന്നാൽ യേശു ക്രൂസിൽ രക്തം ചൊരിഞ്ഞതിന് ശേഷം പാപമോചനം തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കും. അതുകൊണ്ടാണ് റോമർ 10:9 പറയുന്നത്, യേശു എൻ്റെ കർത്താവെന്നത് വായ് കൊണ്ട് ഏറ്റു പറയാമോ? യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കാമോ? എന്നാൽ നീ രക്ഷിക്കപ്പെടും. നിന്റെ പാപങ്ങൾ അപ്പോൾ തന്നെ മോചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതാണ് നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ സാധാരണ പറയാറുള്ള വാക്യങ്ങളാണ്. നീതിമാൻ എന്ന് പറയുന്നത് ആരാണ്? യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം ലഭിച്ച വ്യക്തികളത്രേ. അത് വിശ്വാസത്താലുള്ള രക്ഷയാണ്, പ്രവൃത്തിയാൽ ലഭിക്കുന്നതല്ല. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, തിരുവചനം വേണ്ട വിധത്തിൽ പഠിച്ചില്ലെങ്കിൽ നമുക്കിതിനകത്ത് സത്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. നിത്യജീവനാണ് നഷ്ടപ്പെടുന്നതെന്ന് ഓർക്കണം. നിത്യജീവൻ നമുക്ക് സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ വചനത്തിൻ്റെ പൊരുൾ നാം മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ വായിച്ച്, സങ്കീർത്തനവും വായിച്ച്, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സുവിശേഷത്തിൻ്റെ ഭാഗവും വായിച്ച് വെച്ച് പോകുന്നതല്ല യഥാർത്ഥ മോചനത്തിനുള്ള മാർഗം. യേശുവിൻ്റെ രക്തമാണ് പാപമോചനത്തിനുള്ള മാർഗം. അപ്പോൾ തന്നെ നാം ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് റോമർ 6:7 പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെ ആ വിശുദ്ധിയിൽ നിലനിൽക്കുന്നവരാണ് വീണ്ടും ജനിക്കപ്പെട്ടവർ. അങ്ങനെയുള്ളവർക്കാണ് രക്ഷ, അങ്ങനെയുള്ളവർക്കാണ് പാപമോചനം. ഈ പാപമോചനം പ്രാപിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.